ക്ഷേത്രാചാര വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതി. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല, ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. സനാതനധർമ്മവും ചാതുർവർണ്ണയ വ്യവസ്ഥയും ഒന്നാണെന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ചെന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രണ്ടും രണ്ടാണെന്നും ഇപ്പോഴത്തെ ചർച്ചകൾ സംഘപരിവാറിന് വടികൊടുക്കലാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണെന്നും അത് വർണ്ണവ്യവസ്ഥയാണെന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് പറഞ്ഞു. അത് പറയാൻ പാടില്ല. ഈ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കവുമാണ്. ഇത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ്. ആ സമുദായത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമുദായത്തിൽ ചർച്ചയാവാം. ആ സമുദായം ഒരു പൊതു ചർച്ചയുടെ കാര്യമില്ല. കാരണം പൊതു ചർച്ച നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിൽ. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയാണ്. അപ്പം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. വിശദാംശം. അനുജ, ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലെ ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ പ്രതികരണത്തോടെയാണ് ഈ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ച് കയറുന്ന കാര്യം സംബന്ധിച്ച ഒരു ചർച്ച ആരംഭിച്ചത്. ആ വേദിയിൽ തന്നെ മുഖ്യമന്ത്രി ഈ മേൽവസ്ത്രം ധരിച്ച് കയറുന്ന ആ നിബന്ധന ഒഴിവാക്കണമെന്ന തരത്തിൽ അഭിപ്രായപ്പെട്ടു. പിന്നീട് വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി തന്നെ നിലപാട് ആവർത്തിച്ചു. ഇതോടുകൂടിയാണ് ഇത് കേരളത്തിലൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ചില ദേവസ്വം ബോർഡുകളും മുഖ്യമന്ത്രി പറഞ്ഞതിന് അനുകൂലമായ തീരുമാനമെടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും ഇപ്പോൾ അക്കാര്യത്തിൽ അവർ പ്രതികരണം നടത്തുന്നില്ല. അതിനിടയിലാണ് മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ, ഒരു പാർട്ടിയുടെ നേതാവ് തന്നെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് പരസ്യമായി വിയോജിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നടത്തിയ പ്രതികരണത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. അതായത് ക്ഷേത്രങ്ങളിൽ എന്ത് തരത്തിലുള്ള ആചാരം പാലിക്കണമെന്ന കാര്യം വിശ്വാസികളും ക്ഷേത്ര അധികൃതരും തീരുമാനിക്കട്ടെ എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. അത്തരം ആചാരങ്ങൾ പാലിക്കാൻ കഴിയാത്തവർ അവിടേക്ക് പോകേണ്ടതില്ല, അവിടെ ചെന്ന് വഴക്കുണ്ടാക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി നേരത്തെ ഉന്നയിച്ച, അതായത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലടക്കം ഈ മേൽവസ്ത്രം ധരിക്കണം എന്ന നിബന്ധന ആ കാര്യത്തിൽ അതെ, മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് വിയോജിച്ചിരിക്കുന്നു മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ക്ഷേത്രാചാര വിഷയത്തിൽ.